ഈ വണ്ണുള്ള സമയത്ത് അല്ലെങ്കിൽ അധിക ഭാരമുള്ള സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കുണ്ടാകുന്ന തടസ്സമാണ് നമ്മുടെ ഒരു ഉന്മേഷക്കുറവ്, അതുപോലെ മറ്റുള്ള നല്ല എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത് പല കാരണം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ കാൽമുട്ടുവേദന കാരണമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് വഴങ്ങാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത മൂലമായിരിക്കാം. അങ്ങനെ പല കാരണം കൊണ്ട് ഒരു നല്ല തുടക്കം നമുക്ക് കിട്ടാറില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ജേർണി തുടങ്ങാമെന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കുന്നത്. നമ്മൾ എന്ന സിനിമയിലെ താരമായിരുന്ന വിജീഷിന്റെ 106 കിലോയുടെ ശരീരഭാരം 69ലേക്ക് എത്തിച്ചത് സാം ആയിരുന്നു. നമ്മളിവിടെ ആരംഭിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള റിലാക്സേഷനിൽ നിന്നാണ്. നല്ലൊരു ഉറക്കം, നല്ല റിലാക്സേഷൻ പ്രാക്ടീസ്, അത് നമുക്ക് കുറച്ചും കൂടി ചെയ്യാനും ഈസിയാണ്. എന്നാൽ അതുണ്ടാകുന്ന റിസൾട്ട് ആണെങ്കിൽ വളരെ വലുതുമാണ്. നമ്മൾ പലപ്പോഴും അവഗണിച്ച് കളയുന്ന ഒന്നുകൂടിയാണ് നമ്മളുടെ ഈ റിലാക്സേഷൻ. കാരണം നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലാണ് അതിന് സ്വയം റിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും അത് നമ്മുടെ ഉറക്കത്തിൻ്റെ സമയത്താണ് സംഭവിക്കാറ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉറക്കം പോലും അതിന് പര്യാപ്തമല്ലാത്തതുകൊണ്ട്, ആ ഉറക്കം കൃത്യമല്ലാത്തതുകൊണ്ട്, ആ ഉറക്കം ഡീപ്പല്ലാത്തതുകൊണ്ട് പലപ്പോഴും ആ സമയം ശരീരത്തിന് അതിൻ്റെ റിപ്പയറിങ് എന്ന് പറയുന്ന കർത്തവ്യത്തെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഉറക്കത്തിനെ നന്നായിട്ട് ഡീപ്പാക്കാനായിട്ട് ട്രൈ ചെയ്യാം. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉറങ്ങുന്നതിന് കുറച്ച് സമയം മുന്നേ തന്നെ മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. ഭക്ഷണം കഴിക്കുന്നത് ഒരു 1-2 മണിക്കൂർ മുന്നേ കഴിക്കാൻ നോക്കുക. മിനിമം 2 മണിക്കൂർ മുന്നെങ്കിലും കഴിക്കാൻ നോക്കുക ഭക്ഷണം കിടക്കുന്നതിനേക്കാളും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബ്രീത്തിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ബ്രീത്ത് ചെയ്യുന്ന പോലെ തന്നെ ബ്രീത്ത് ചെയ്യുക, പക്ഷേ എക്സലേഷന് കുറച്ചും കൂടെ ദൈർഘ്യം കൂട്ടുക. ഇൻഹേൽ ചെയ്യുന്നതിനേക്കാളും പറ്റുകയാണെങ്കിൽ ഒരു ഇരട്ടി സമയം എടുത്തിട്ട് എക്സേൽ ചെയ്യാൻ നോക്കുക. അങ്ങനെ എക്സേലേഷൻ്റെ ദൈർഘ്യം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിൻ്റെ മസിലുകൾ റിലാക്സേഷനിലേക്ക് പോകും, മൈൻഡ് കാമാവും. അത് ഒന്നുകൂടെ നല്ലൊരു ഉറക്കം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഉറങ്ങാൻ വേണ്ട നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. സഫീഷ്യൻ്റായിട്ട് വെള്ളം കുടിക്കുക, എന്നാൽ അധികം കുടിക്കാതിരിക്കുക, നല്ല പ്രതലത്തിൽ ഉറങ്ങാൻ നോക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ കൂടെ നമുക്ക് നമ്മുടെ ഉറക്കത്തിനെ നന്നായി കൊണ്ടുവരാം. അതോടൊപ്പം നമ്മൾ യോഗനിദ്ര പോലെയുള്ള റിലാക്സേഷണൽ പ്രാക്ടീസുകളും കൂടെ പ്രാക്ടീസ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡായിട്ട് യോഗനിദ്രയുടെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്വയം ചെയ്യാവുന്ന ഒന്നാണ് യോഗനിദ്ര. വെറുതെ ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു പായോ വിരിച്ചിട്ട് തറയിൽ കിടക്കുക. ഫ്ലാറ്റായിട്ടുള്ള സർഫേസ് ആയിരിക്കണം. കൈകാലുകൾ അകത്തി വയ്ക്കുക. നമ്മുടെ കാലിൻ്റെ ടോസ് മുതൽ തല വരെ വരുന്ന ഭാഗത്തെ ഓരോന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് കോൺഷ്യസ്ലി ഓരോ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞാൽ ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം എടുത്ത് എക്സേൽ ചെയ്ത് നമ്മുടെ മസിൽസിനെയും മനസ്സിനെയും കാമാക്കാനും റിലാക്സ് ചെയ്യിക്കാനും നോക്കുക. ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ എല്ലാ ദിവസവും ഈ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ റിലാക്സേഷനിൽ നമ്മളുടെ ബോഡി അതിനെ തന്നെ റിപ്പയർ ചെയ്യും. ഈവൻ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടുന്ന തരത്തിൽ നമ്മുടെ ശരീരത്തെ മെല്ലെ മാറ്റിയെടുക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രീത്തിങ്ങിനെ പലപ്പോഴും നമ്മൾ ഒരു കാമിങ് എക്സസൈസായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടൂളൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത്. അത് മാത്രമല്ല, ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ്. പല പഠനങ്ങളിൽ നിന്ന് വന്ന ഒരു രസമായിട്ടുള്ള കാര്യമുണ്ട്. അതായത് നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ മാത്രമല്ല മറ്റുള്ളവരുണ്ട്, പക്ഷെ നമുക്ക് ഓക്സിജനെ പ്രധാനമായിട്ട് എടുക്കാം. ഓക്സിജനാണ്. എന്നാൽ പുറത്തു വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രധാനമായിട്ടും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഓക്സിജൻ്റെ ഒപ്പം ഈ കാർബൺ എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം നയിച്ചത് വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങളിലേക്കാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, പലപ്പോഴും നമ്മളൊരു വില്ലനായിട്ട് കണ്ടിരുന്ന ഈ കാർബോഹൈഡ്രേറ്റിലെ കാർബണാണ് ആ ഒരു പാചക പ്രവൃത്തിയുടെ അവസാനം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണായിട്ട് പുറന്തള്ളിപ്പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ ബ്രീത്തിങ്ങിന് ഇങ്ങനെ ഡയറക്റ്റ്ലി നമ്മുടെ വെയിറ്റ് ലോസിൽ സഹായിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് എക്സേൽ ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വയറിനെ പരമാവധി എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ എക്സേൽ ചെയ്യുന്ന സമയത്ത് വയറിനെ പരമാവധി സ്ക്യൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ അബ്ഡോമിനൽ ബ്രീത്തിങ് അല്ലെങ്കിൽ യോഗിക് ബ്രീത്തിങ് എന്ന് പറയും. ഇത്തരത്തിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡയഫ്രം വർക്കാവാൻ തുടങ്ങി. അത്
നമ്മുടെ സ്ട്രെസ്സിൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള വേഗസ് നെർവിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് ലെവലും വളരെയധികം താഴേക്ക് വരും. അത് വെയിറ്റ് ലോസിന് വളരെയധികം സഹായകമായിട്ടുള്ളൊരു കാര്യമാണ്. അതെല്ലാം നമ്മൾ ഒരു ചാപ്റ്ററായിട്ട് തന്നെ ചെയ്യാനുള്ളതുകൊണ്ട് വേറെ എപ്പിസോഡായിട്ട് തന്നെ എങ്ങനെയാണ് സ്ട്രെസ്സും നമ്മുടെ വെയിറ്റും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മളിത് മനസ്സിലാക്കുക, ഇത് ഡയറക്റ്റ്ലി തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബ്രീത്തിങ് പ്രാക്ടീസ്. അപ്പോൾ നേരത്തെ റിലാക്സേഷനും ഉറക്കവും ചെയ്തത് കൂടാതെ ഈ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വയ്ക്കാം. മറ്റ് പ്രാണായാമ പ്രാക്ടീസൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു 10 മിനിറ്റ് ബ്രീത്തിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നടത്തം. നമ്മൾ നേരത്തെ പറഞ്ഞു നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം അത് നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അധികം ദൂരം നടക്കരുത്, ചെറുതായിട്ട് നടന്നു ആരംഭിക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടന്ന് ആരംഭിച്ച് അത് തന്നെ നമുക്ക് നീസിലെല്ലാം സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു നീ ഗാർഡെല്ലാം ഉപയോഗിച്ചിട്ട് മെല്ലെ നടന്നു തുടങ്ങുക. ആദ്യം നമ്മൾ നടന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് നമ്മുടെ പാട്ട് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ തുടങ്ങും. ഒരു 10 മിനിറ്റിൽ നിന്ന് തുടങ്ങി ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വരെ നമ്മൾ രാവിലെ വൈകിട്ട് ഒരു സമയം കണ്ടെത്തിയിട്ട് നടക്കാം. ഈ നടത്തത്തിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒന്നും കൂടെ എഫക്റ്റീവ് ആക്കാവുന്ന തരത്തിലുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് വേറെ എപ്പിസോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ആദ്യം നമ്മളൊന്ന് നന്നായിട്ട് നടന്നു തുടങ്ങുക. സിമ്പിളായിട്ട് നടക്കുക. ഒരു സ്ട്രെയിനും വേണ്ട, വേഗത വേണ്ട, ഒന്നും വേണ്ട, വളരെ ഫ്രീ ആയിട്ട് നടന്നു തുടങ്ങും. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്കൊന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ തൽക്കാലം ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ നിന്നാവട്ടെ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ ആരംഭം. അപ്പോൾ അടുത്ത വീഡിയോകളിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രാക്ടീസുമായിട്ട് കാണാം. താങ്ക് യു. Generate by AI.